എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അതുപോലെ നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അതുപോലെ നമ്മളിത് ഒരു തവണ ഉണ്ടാക്കിയാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ നോമ്പിൻ്റെ സമയമല്ലേ, നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല സ്നാക്കാണ്. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചതച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, പിന്നെ അതേ അളവ് തന്നെ മുന്തിരി, ഉണക്ക മുന്തിരി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക 2 മിനിറ്റ് നേരം. എന്നിട്ട് അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ തേങ്ങയുടെ എല്ലാ ഭാഗത്താകുന്ന വിധത്തിൽ. എന്നിട്ട് അതിനാവശ്യമായ മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഏതാണ്ട് മീഡിയം സൈസ് മധുരമാണ്. ഇവിടെ അധികം മധുരം ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് മധുരം ചേർത്ത് കൊടുത്തത്. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇനി ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഉടച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. 1 നുള്ള് ഉപ്പും 1 നുള്ള് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി. എന്നിട്ട് ആദ്യം നമുക്കൊരു സ്പൂൺ വെച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അത് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിപ്പോൾ വെള്ളം പാകമാണ്. എനിക്ക് ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. ഇതിപ്പോൾ ഇതേ അളവിലാണ് നമുക്ക് കിട്ടിയ, അധികം തിക്കുമല്ല അധികം നേർമയല്ലാത്ത ബാറ്ററാണ്. പിന്നെ കുറച്ച് കരിഞ്ചീരകവും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് തടവി കൊടുത്ത് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഈ ഫില്ലിംഗ് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കരിഞ്ചീരകവും അതുപോലെ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് തിരിച്ച് വെച്ച് നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാം. വീണ്ടും നെയ്യ് ഒഴിക്കുക, എന്നിട്ട് ബാറ്റർ ഒഴിക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ സൈഡിൽ നമ്മൾ ആ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കരിഞ്ചീരകവും എള്ളും ഇട്ട് കൊടുത്ത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൽ റെഡിയാക്കി പിന്നെ വരുമ്പോഴേക്ക് മറ്റേ സൈഡ് നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ടില്ലേ. ഇതേപോലെ നമ്മൾ ഓരോ സൈഡും പരത്തി അതിൽ ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്ക് ആ മറ്റേ സൈഡ് അങ്ങ് വെന്ത് കിട്ടും. ഇത് ഉള്ളൊന്നും വേവില്ലെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. നല്ലോണം 2 സൈഡും നമ്മൾ നല്ലോണം തന്നെ വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇത് മറച്ചിടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചൊന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഇത് പൊട്ടിയൊന്നും പോകാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാനിവിടെ ഇപ്പോൾ 8 ലെയർ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 8ഓ 10ഓ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടെടുക്കാം. ഇതേ അളവെടുത്തിട്ട് എനിക്കിവിടെ 3 എണ്ണം ഉണ്ടാക്കാനാണ് പറ്റിയത്. വലിയ 3 അട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നോമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. മുട്ടയും പാലും ഒക്കെ ചേർത്ത് നമ്മൾ ബാറ്റർ റെഡിയാക്കിയതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് എത്രമാത്രം കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത്രയും സോഫ്റ്റാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനിയിപ്പോൾ അത് മറിച്ചിടുമ്പോൾ ഇതേപോലെ ഒന്ന് പൊട്ടിപ്പോകാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ലെയർ ഇടൂലേ, അപ്പോൾ അതിലങ്ങ് കവറായിക്കോളും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, പുറത്തേക്ക് ഇതിൻ്റെ ഫില്ലിങ് പോകുമൊന്നുമില്ല. അവസാനം ഏറ്റവും ലാസ്റ്റ് ഇടുന്ന ഫില്ലിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചും മറിച്ച് വിട്ടാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമല്ലേ ഇത്. കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ നോക്ക്, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതേപോലെ 2 സൈഡും അങ്ങ് ബ്രൗൺ കളർ ആക്കി എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ ആദ്യത്തെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി രണ്ടാമത്തത് ഒന്നുകൂടി ഇങ്ങനെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ബാറ്റർ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ പാനിൻ്റെ എല്ലാ ഭാഗത്തും ആയിക്കിട്ടും. ഇതേപോലെയുള്ള പാൻ എടുക്കണേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലോണം റെഡിയാക്കി എടുക്കാൻ പറ്റും. വക്കില്ലാത്തതൊക്കെ ആകുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഈ ചുറ്റിച്ചെടുത്ത് രണ്ട് സൈഡും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ആദ്യം ഒരു സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അന്നേരം തന്നെ. അപ്പോൾ അവിടെ നല്ലോണം അങ്ങ് അമർന്ന് കിട്ടിക്കോളൂ. ഇതേപോലെ എല്ലാ മാവും നമുക്ക് സെറ്റാക്കി എടുക്കാം. രണ്ടാമത് ഉണ്ടാക്കിയതിന് ഞാൻ നെയ്യൊന്നും തടവാതെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ആദ്യത്തെ 3-4 ലെയർ നെയ്യ് തടവാതെ സെറ്റാക്കി എടുത്ത് പിന്നെ ലാസ്റ്റ് 2-3 എണ്ണത്തിന് മാത്രമേ നെയ്യ് തടവി കൊടുത്തിട്ടുള്ളൂ. നെയ്യ് തടവിയാൽ നമുക്കിത് തിരിച്ച് മറിച്ച് വിടാൻ വളരെ എളുപ്പത്തിൽ കഴിയും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടിട്ട് ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. എന്തായാലും ഈ നോമ്പിന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണേ. ഞാനിവിടെ 2 കപ്പ് പൊടിയുണ്ട് 3 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തത്. 8 ലെയർ വീതമുള്ള 3 അട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാലും ലെയർ കൂട്ടിയെടുക്കട്ടോ. പിന്നെ ഇത് കുറച്ച് വലിയ പാനായതുകൊണ്ട് വലിയ അടയായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇതിൻ്റെ ഒരു പീസ് മാത്രം മതി വിശപ്പ് മാറാനായിട്ട്. 8 ലെയർ വീതം ഉള്ളതല്ലേ, അപ്പോൾ ഓരോ പീസ് കഴിച്ചാൽ തന്നെ വയറങ്ങ് നിറഞ്ഞോളൂ. അങ്ങനെയുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമല്ലേ. കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.